മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കായിക ഇനമാണ് വടംവലി. ഈയിടെ ജിദ്ദയിലൊരു വടംവലി മത്സരം നടന്നു. KMCCയുടെ 50ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ആ മത്സരം കാണാനും പങ്കെടുക്കാനുമായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ജിദ്ദയിൽ നടന്ന വടംവലി മത്സരത്തിൻ്റെ കാഴ്ചകളാണ് ഇനി. ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഒതായി തയ്യാറാക്കിയ റിപ്പോർട്ട്. 1001 രാവുകളിൽ പറഞ്ഞു തീരാത്ത അറബിക് കഥയിലെ സുൽത്താക്കന്മാരുടെ ചരിത്രഗാഥകൾ പിറന്ന അറേബ്യൻ മണ്ണിൽ തലയെടുപ്പുള്ള സൗദി അറേബ്യയുടെ രാജകീയ ഭൂമിയിൽ വടംവലി ഏറെക്കാലമായി മലയാളികളുടെ ഉത്സവങ്ങളുടെ ഒന്നാം ചേരുവയാണ്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വരെ ഒരു കൈ നോക്കിയേക്കാം എന്ന് കരുതി മത്സരിക്കുന്ന ഒരു കായിക ഇനമാണ് വടംവലി. ആരോഗ്യത്തിനൊപ്പം ബുദ്ധിയും ചടുലതയും ഒന്നിച്ചാണ് കളിയിൽ വിധി നിർണയിക്കുക. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഒരു വിനോദമായി വടംവലി മത്സരങ്ങൾ നടത്താറുണ്ട്. ഓണാഘോഷങ്ങളാണ് വടംവലി മത്സരങ്ങളുടെ പ്രധാന വേദി. കേരളത്തിൽ 400-ലേറെ പ്രൊഫഷണൽ വടംവലി ടീമുകളുണ്ട്. മലയാളികൾ ഉള്ളിടത്തെല്ലാം ആഘോഷങ്ങൾക്കൊപ്പം വടംവലി മത്സരവും സാധാരണമാണ് ഇപ്പോൾ. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി അതിന്റെ 50ാം വാർഷികം ആചരിക്കുകയാണ്. വിവിധ കലാകായിക മത്സരങ്ങളും സാമൂഹ്യ സേവന പദ്ധതികളുമാണ് 50ാം വാർഷികത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലെ ആദ്യ ഇനമായി നടത്തിയ അന്താരാഷ്ട്ര വടംവലി മത്സരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി അരനൂറ്റാണ്ടിന്റെ അഭിമാനം എന്ന ശീർഷകത്തിൽ ഊർജ്ജസ്വലമായ ഒരു പ്രവാസി സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അന്താരാഷ്ട്ര വടംവലി മത്സരം സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കായിക ഇനം എന്നുള്ള നിലയിൽ 1900-ലാണ് ലോക ഒളിമ്പിക്സിൽ ഈ ഇനം മത്സരരംഗത്തേക്ക് വരുന്നത്. 1920 വരെ ഒളിമ്പിക്സിൽ ഇതൊരു മത്സര ഇനമായിരുന്നു. പിന്നീട് അത് മാറുകയും പിന്നീട് ലോക വടംവലി മത്സരമൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോ അമേരിക്ക അടക്കമുള്ള, ഇംഗ്ലണ്ട് അടക്കമുള്ള വലിയ ലോകശക്തികൾ ഈ ടൂർണമെന്റിലൊക്കെ പങ്കെടുത്ത് വിജയിക്കാറുണ്ട്. സൗദി അറേബ്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും UAE-യിൽ നിന്നും എത്തിയ ശക്തരായ 15 ടീമുകളാണ് പോരാട്ടത്തിൽ മാറ്റുരച്ചത്. മത്സരങ്ങൾ കാണാൻ അർദ്ധരാത്രിയിലും ജിദ്ദ ഖാലിദ് വലീദ് അൽ റുസൂഖ് സ്റ്റേഡിയത്തിലേക്ക് സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങൾ ഒഴുകിയെത്തി. ബെസ്റ്റ് ഓഫ് 3 മത്സരത്തിൽ ഒന്നാം സമ്മാനമായ 10,001 റിയാൽ കരസ്ഥമാക്കി ആർമാക്സ് ലൈറ്റിംഗ് റെഡ് അറേബ്യ ടീം വിജയകിരീടം ചൂടി. 6,001 റിയാൽ സമ്മാനത്തുക കരസ്ഥമാക്കി PMYK മുണ്ടുപറമ്പ് ടീം 2ാം സ്ഥാനത്തും 4,001 റിയാൽ സമ്മാനത്തുക നേടി നിലമ്പൂർ മണ്ഡലം KMCC ടീം 3ാം സ്ഥാനത്തും 2,001 റിയാൽ സമ്മാനത്തുക നേടി സ്റ്റാർട്ട് അലൈൻ UAE കനേഡിയൻ പ്രദേശ് ടീം 4ാം സ്ഥാനത്തുമെത്തി. ബെസ്റ്റ് പ്ലെയേഴ്സായി സിറാജ് വഴിക്കടവ്, ഷാജഹാൻ വെങ്ങാട്, നജിമുദ്ദീൻ ഷംന നിലമ്പൂർ, വിപിൻ വയനാട്, നൌഷാദ് മണ്ണാർക്കാട്, റിയാസ് ചെങ്ങരംകുളം എന്നിവരെ തെരഞ്ഞെടുത്തു. മികച്ച പരിശീലകനുള്ള പുരസ്കാരം നിയാസ് മൂത്തേടത്ത് കരസ്ഥമാക്കി. വളരെ വ്യത്യസ്തമായി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുകളാണ് മത്സരിച്ചിട്ടുള്ളത്. വന്ന എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൽ വന്ന പ്ലെയേഴ്സൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ഭാരം 560 വെയിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ദിവസം പട്ടിണി കിടന്നും കുറേ കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്തിട്ടൊക്കെയാണ് അവരൊക്കെ ഈ 560 എന്ന 7 ആളിൽ ഒതുങ്ങുന്ന വെയിറ്റിലേക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു ടീമിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. മത്സരത്തിന്റെ മുഴുവൻ നിബന്ധനകളും നിയമാവലിയും നേരത്തെ തന്നെ ടീമുകൾക്ക് നൽകിയിരുന്നു. വടംവലി മത്സരത്തിൽ ഒരു ടീമിൽ പങ്കെടുക്കുന്നവരുടെ ആകെഭാരം പരമാവധി 560 കിലോ മാനദണ്ഡം കണക്കാക്കിയിരുന്നു. വടംവലി മത്സരങ്ങളിൽ ഏറെ പ്രധാനമാണ് പങ്കെടുക്കുന്നവരുടെ ശരീരഭാരം. ഇതിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് സംശയം തോന്നിയാൽ എതിർ ടീമിന് പരാതിപ്പെടാനുള്ള അവസരവുമുണ്ട്. കടുത്ത മത്സരങ്ങളിൽ ഇത്തരം പരാതികൾ സാധാരണയാണ്. ജിദ്ദയിലെ വടംവലി മത്സരങ്ങൾക്കിടയിലും ഇത്തരം പരാതികൾ ഉണ്ടായി. ഓൾ കേരള വടംവലി അസോസിയേഷൻ സെക്രട്ടറി ആവാസ് കടവല്ലൂരാണ് മത്സരം നിയന്ത്രിച്ചത്. തന്റെ ഉജ്ജ്വലമായ വാഗ്ധോരണികളിലൂടെ ടീമുകളെയും കാണികളെയും ആവേശഭരിതരാക്കുകയും ചെയ്തു അദ്ദേഹം. കാൽപന്ത് കളിക്ക് ലഭിക്കുന്ന സ്വീകാര്യത പോലെ പ്രവാസ ലോകത്ത് വടംവലി മത്സരത്തെയും ഹൃദയത്തോടെ ആവേശത്തോടെ ഏവരും ചേർത്ത് പിടിക്കുന്നു. ഗൾഫ് നാടുകളിൽ മികവുറ്റ ക്ലബ്ബുകൾ വടംവലി രംഗത്ത് പോരടിക്കുവാനുണ്ട്. GCCയുടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി മികവുറ്റ ടീമുകൾ പോരടിക്കുവാൻ കടന്നു വന്ന ഇന്റർനാഷണൽ തല വടംവലി മത്സരം കുടുംബാംഗങ്ങളും കുട്ടികളും അടക്കം വലിയൊരു പുരുഷാരം വന്നു ചേർന്ന് ജനസാഗരമായി തീർന്ന ജിദ്ദയിലെ വടംവലിയുടെ കളിക്കളം.
ആകർഷകമായ മാർച്ച് പാസ്റ്റോടെയാണ് മത്സരവേദിയിലേക്ക് വടംവലിക്കുള്ള വടവും വിജയികൾക്കുള്ള ട്രോഫിയും കൊണ്ടുവന്നത്. ഉയർന്ന സമ്മാനത്തുകയും മത്സരത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. കലാകായിക ടൂറിസം രംഗങ്ങളിൽ സൗദി അറേബ്യ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. അതിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു വടംവലി മത്സരം കാണാനെത്തിയ ജനസഞ്ചയം. വടംവലിയുടെ ചരിത്രത്തിൽ GCCയിൽ തന്നെ ഏറ്റവും വലിയ പ്രൈസ് മണി നൽകിക്കൊണ്ടാണ് ജിദ്ദ KMCC വടംവലി മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന പിച്ച് സംഘടിപ്പിക്കുന്നതിനും ഈ ടൂർണമെന്റ് വിജയമാക്കുന്നതിനും 100ഓളം സന്നദ്ധ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ അണിനിരത്തിയിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു. സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായ ജിദ്ദ KMCC അന്താരാഷ്ട്ര വടംവലി മത്സരം നടത്തി കായിക മേഖലയിലേക്ക് കൂടി ചുവടുവെക്കുകയാണ്. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് CK റസാഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സൗദി നാഷണൽ KMCC പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയെയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖരും പങ്കെടുത്തു. Celebrating 40 years of trust and legacy, Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman, FSC, Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam.